5 വർഷം മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തിരുവനന്തപുരത്തിൻ്റെ അമരത്തെത്തിയപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഒരു പോസ്റ്റ് കണ്ടു. ന്യൂയോർക്കിന് എങ്ങനെയുള്ള മേയർ ആയിരിക്കണം വേണ്ടത് എന്നത്. അപ്പോൾ തിരുവനന്തപുരം മേയറുടെ ചിത്രം പങ്കുവെച്ച് ആ പോസ്റ്റ് ഇങ്ങനെയുള്ള മേയർ ആയിരിക്കണം എന്ന് പറഞ്ഞത് ഇന്ന് ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുത്ത മംദാനിയാണ്. ആ വിജയത്തെ എങ്ങനെ കാണും? വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും പറയുന്നത് പോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ നേരം പുലർന്നത്. ഇന്നലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളും പല ഭാഗത്തുനിന്ന് വരുന്ന അത്തരം മീഡിയയുടെ വാർത്തകളുമൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരം മേയറിനെ മറ്റൊരു പോസ്റ്റിൽ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു. ആ വ്യക്തിപരമായ സന്തോഷം എന്നെ മെൻഷൻ ചെയ്തു എന്നതിനപ്പുറം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ അത് ഒരുപറ്റം ജനങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്നുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാടാണ് എനിക്കെപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ, പ്രത്യേകിച്ചും കുടിയേറ്റക്കാരാകട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളാകട്ടെ, അവരുടെ വിഷയത്തിൽ ഇടപെടാൻ സൊഹ്റാൻ മംദാനിക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസ കൂടി ഞാൻ രാവിലെ തന്നെ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പല അവിടുത്തെ മാധ്യമങ്ങളും രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടുള്ള ചില ഇൻ്റർവ്യൂകൾ നടത്തണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ആ ജനത എടുത്ത ഏറ്റവും ധീരമായ തീരുമാനമാണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭീഷണിയുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫെഡറൽ ഫണ്ടുകൾ തടഞ്ഞു വെക്കും എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്ന പല തവണ, അതായത് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ് സൊഹ്റാൻ മംദാനി. അദ്ദേഹം വിജയിച്ചാൽ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം കൊടുക്കുന്ന ഒരു ഫണ്ടെന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശം കൂടിയാണ്. ആ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ട് പോലും ആ ഭീഷണിയുടെ മുന്നിൽ മുട്ടുമടക്കാതെ തല ഉയർത്തി നിൽക്കുന്ന ജനതയെയാണ് ഈ സമയത്ത് തീർച്ചയായും അഭിവാദ്യം ചെയ്യാനുള്ളത്. അവരോടും സൊഹ്റാൻ മംദാനിയോടുമുള്ള എല്ലാ തരത്തിലുമുള്ള ഐക്യദാർഢ്യവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സാമ്യമുണ്ട്. സ്വാഭാവികമായും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. അവിടെയും ചരിത്രത്തിൽ ആദ്യമായി ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. അത്തരം സാമ്യങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങൾ അറിയാനല്ലേ? തീർച്ചയായിട്ടും. കാരണം രാവിലെ പോസ്റ്റ് ഇടുമ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നതിനപ്പുറം ഒരുപക്ഷെ രാജ്യത്തിനും ലോകത്തിനുമൊക്കെ മാതൃകയായ ഒരുപാട് പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ കഴിയുന്ന ഒരിടം കൂടിയാണ് കേരളം. ആ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും അദ്ദേഹം ഉൾപ്പെടെയുള്ള അത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ നാടിൻ്റെ പ്രതീക്ഷ കൂടിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അതുപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാകട്ടെ, സോഷ്യലിസ്റ്റ് ആശയങ്ങളാകട്ടെ, ഇത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആശയങ്ങളാകട്ടെ, ഇതെല്ലാം അവസാനിച്ചു പോകുമെന്ന് പലപ്പോഴും പല ചർച്ചകളിലും തമാശയ്ക്ക് പോലും പലരും ഒക്കെ കളിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകുമെന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈനംദിനം പല ചർച്ചകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഏറ്റവും ഒരു അടി കൂടിയാണ് ഇത് എന്നുള്ള ഒരു തിരിച്ചടി കൂടിയാണത്. അപ്പോൾ അത്തരത്തിൽ ഭീഷണിയുടെ മുന്നിൽ ഒന്നും ജനങ്ങൾ മുട്ടുമടക്കാതെ ഒരു വലിയ ഒരു തീരുമാനം, ജനങ്ങളെ തീർച്ചയായിട്ടും നന്ദിയോടുകൂടി അവരുടെ എടുത്ത തീരുമാനത്തെ എനിക്ക് വ്യക്തിപരമായി കൂടി വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ജനങ്ങളെടുത്ത ആ തീരുമാനത്തെ, പ്രായം കുറവാണ്, യുവത്വമാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ റൂട്ട്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് ജനങ്ങളെ സേവിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ്. എവിടേക്കാണോ പ്രശ്നങ്ങളുള്ളത്, ജനങ്ങൾക്കൊരു പ്രയാസം വരുന്നത് അവിടെ ഓടിയെത്താൻ സൊഹ്റാൻ മംദാനിക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസകൾ കൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ കൊടുക്കാനുള്ളത്. അതാണ് ട്രംപ് അവിടെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിളിച്ച ന്യൂയോർക്കിൻ്റെ മേയർക്ക് തിരുവനന്തപുരത്തെ മേയർ നൽകുന്ന ആശംസ കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.